ഹലോ, ഞാൻ ഡോക്ടർ ആനന്ദ് ശിവദാസൻ, കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജൻ ഇൻ കൊച്ചിൻ. നമ്മൾക്ക് എപ്പോഴും മെയിൽ പേഷ്യൻസ് ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഗൈനക്കോമാസ്റ്റി എന്ന് പറഞ്ഞാൽ അതിനുള്ള ലൈപ്പോസക്ഷൻ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് ശേഷമുള്ള പീരീഡ്, എങ്ങനെയാണ് പെയിൻ ഉണ്ടാകുമ്പോൾ അതിനുള്ള റെസ്റ്റ് എത്രയായിരിക്കും വേണ്ടി വരിക എന്നുള്ളൊരു ചോദ്യം. നമ്മൾക്ക് ആ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉടനെ നിങ്ങളൊരു റിക്കവറി റൂമിലോട്ട് മാറ്റി ഒരു കുറച്ച് നേരം ഒബ്സർവേഷൻ സെഷൻ അന്ന് തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്, ഡേ കെയർ പ്രൊസീജിയറാണ് ഗൈനക്കോമാസ്റ്റിയ സർജറി. അതിനർത്ഥം തന്നെ ഒരുപാട് തന്നെ പെയിനും കാര്യങ്ങളും ഒന്നുമില്ലാത്ത വളരെ ഓറലായിട്ടുള്ള ടാബ്ലറ്റ്സ്, മെഡിക്കേഷൻസ്, വേദന സംഹാരികളിൽ കൊണ്ട് മാത്രം നിൽക്കുന്ന വളരെ മൈൽഡായിട്ടുള്ളൊരു പെയിനും കാര്യങ്ങളും മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. ഇതിന് ശേഷം വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കംപ്രസീവ് ഗാർമെൻറ്റ്, അതായത് നമ്മളുടെ ചെസ്റ്റിൻ്റെ ഇടയിൽ ബ്ലഡോ അങ്ങനെയുള്ള ഫ്ലൂയിഡോ ഒന്നും കളക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ടൈറ്റായിട്ട് നമ്മളുടെ ശരീരത്തിന് മുകളിൽ ഇടേണ്ട ഒരു കംപ്രസീവ് ഗാർമെൻറ്റ് നമ്മൾക്ക് ധരിക്കാനായിട്ട് തരും. അതിട്ടിട്ട് വേണം നമ്മൾ ഫെർദർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇതിന് പുറമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഹെവി ആയിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെനസ് ആയിട്ടുള്ള എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ബട്ട് റുട്ടീൻ നോർമൽ ആക്ടിവിറ്റി നമുക്ക് പിറ്റേ ദിവസം തൊട്ട് തന്നെ തുടങ്ങാൻ പറ്റുന്നതാണ്. സ്ട്രെനസ് ആയിട്ടുള്ള ഹെവി എക്സസൈസ് നമുക്ക് പ്രോബബ്ലി ഒരു 3 to 4 വീക്സിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഈ പ്രൊസീജിയർ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു.